നമസ്തേ. 1985 ലോകത്തെ നടുക്കിയ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 അഥവാ കനിഷ്ക വിമാന ദുരന്തത്തിന്റെ ഓർമ്മകൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. ദുരന്തത്തിന്റെ 41ാം വാർഷികം ആചരിക്കാനൊരുങ്ങുന്ന വേളയിൽ അയർലൻഡിലെ കോർഗിലുള്ള മലയാളി സമൂഹം ഒരു ഹൃദയസ്പർശിയായ ദൗത്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളി കുടുംബമായ അലക്സാണ്ടർ കുടുംബത്തിന്റെ ബന്ധുക്കളെയും അവകാശികളെയും കണ്ടെത്താൻ കോർഗ് പ്രവാസി മലയാളി അസോസിയേഷൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. 1985 ജൂൺ 23-നാണ് ഭീകരവാദികളുടെ ബോംബ് ആക്രമണത്തെ തുടർന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 അയർലൻഡ് തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന 329 യാത്രക്കാരും ജീവനക്കാരും മരണപ്പെട്ടു. കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ഈ ദുരന്തം. മരിച്ചവരിൽ ഒരു മലയാളി കുടുംബത്തിലെ 4 പേരും ഉൾപ്പെട്ടിരുന്നു. 53 വയസ്സുള്ള അന്നമ്മ അലക്സാണ്ടർ, 54 വയസ്സുള്ള സൈമൺ അലക്സാണ്ടർ, 10 വയസ്സുകാരിയായ റീന അലക്സാണ്ടർ, 9 വയസ്സുകാരനായ സൈമൺ ജൂനിയർ അലക്സാണ്ടർ. അപകടത്തിന് ശേഷം അന്നമ്മയുടെയും കുഞ്ഞു റീനയുടെയും മൃതദേഹങ്ങൾ സമുദ്രത്തിൽ നിന്ന് കണ്ടെത്താനായി. എന്നാൽ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കളാരും എത്താതിരുന്നതിനാൽ ഇവരെ കോർഗിൽ തന്നെയായിരുന്നു സംസ്കരിച്ചത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇവരുടെ കല്ലറകൾ അതീവ കരുതലോടെ പരിപാലിച്ചു പോരുന്നത് ഫിൻബാർ ആർച്ചർ എന്ന പ്രാദേശിക കെയർടേക്കറാണ്. ഒരു കുടുംബത്തോടുള്ള മനുഷ്യസ്നേഹത്തിന്റെ അപൂർവ ഉദാഹരണമായി ഈ സേവനം ഇന്നും തുടരുകയാണ്. അതേസമയം സൈമൺ അലക്സാണ്ടറുടെയും സൈമൺ ജൂനിയറുടെയും മൃതദേഹം ഒരിക്കലും കണ്ടെത്താനായിരുന്നില്ല. ഇപ്പോൾ ദുരന്തത്തിന്റെ 41ാം വാർഷികത്തോടനുബന്ധിച്ച് കോർഗിലെ ഇന്ത്യൻ സമൂഹം ഒരു പ്രത്യേക അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. ഹ്യൂമാനിറ്റി ബിയോണ്ട് ബൗണ്ടറീസ് എന്ന പേരിൽ നടക്കുന്ന ചടങ്ങിന്റെ പ്രധാന ലക്ഷ്യം അന്ന് രക്ഷാപ്രവർത്തനത്തിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും നിർണായക പങ്കുവഹിച്ച കോർഗ് യൂണിവേഴ്സിറ്റി ആശുപത്രിയെ ആദരിക്കുകയാണ്. അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമയാന ദുരന്തത്തിന്റെ സമയത്ത് അന്നത്തെ കോർഗ് റീജിയണൽ ആശുപത്രി ജീവനക്കാർ നടത്തിയ സേവനം വിലമതിക്കാനാവാത്തതായിരുന്നു. സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം, തിരിച്ചറിയൽ നടപടികൾ, ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ സഹായം, താമസ സൗകര്യങ്ങൾ, കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള മനുഷ്യസ്നേഹപരമായ ഇടപെടലുകൾ എല്ലാം ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്നു. ഈ മഹത്തായ സേവനത്തെ ആദരിക്കുന്ന ചടങ്ങ് 2026 ജൂൺ 23-ന് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് കോർഗ് യൂണിവേഴ്സിറ്റി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടക്കും. കോർഗ് കൗണ്ടി മേയർ, ഇന്ത്യയുടെ അംബാസിഡർ, വിവിധ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചടങ്ങിനെ കൂടുതൽ അർത്ഥവത്താക്കാൻ ആഗ്രഹിക്കുന്നതാണ് കോർഗ് പ്രവാസി മലയാളി അസോസിയേഷൻ. ദുരന്തത്തിൽ മരിച്ച അലക്സാണ്ടർ കുടുംബത്തിന്റെ ഏതെങ്കിലും ബന്ധുക്കളോ അവകാശികളോ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അന്നമ്മ, സൈമൺ, റീന, സൈമൺ ജൂനിയർ എന്നിവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചോ ബന്ധുക്കളെക്കുറിച്ചോ ഏതെങ്കിലും വിവരങ്ങൾ അറിയുന്നവർ ഉടൻ സംഘാടകരുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പറും ഇമെയിൽ ഐഡിയും താഴെ നൽകിയിട്ടുണ്ട്. ഒരു ദുരന്തത്തിന്റെ ചാരത്തിൽ നിന്ന് മനുഷ്യസ്നേഹത്തിന്റെ കഥകൾ കണ്ടെത്താനുള്ള ഈ ശ്രമം വിജയകരമാകട്ടെ എന്ന് ആശംസിക്കാം. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു കുടുംബത്തിന്റെ വേരുകൾ കണ്ടെത്താനുള്ള ഈ തിരച്ചിലിൽ നമ്മളും പങ്കാളികളാകാം. ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് പങ്കുവച്ച് ചരിത്രത്തിന്റെ നഷ്ടപ്പെട്ട കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ സഹായിക്കാം. തീർച്ചയായും ഈ നഷ്ടപ്പെട്ട കൂട്ടിച്ചേർക്കലിൽ ഡെയിലി മലയാളി ന്യൂസും ഒപ്പമുണ്ടാകുമെന്ന് ഞങ്ങൾ വാക്ക് നൽകുന്നു.